തീവ്രമായി ഞാൻ ആഗ്രഹിച്ചതൊക്കെ നേടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിനെന്നെ ഹെൽപ്പ് ചെയ്തത് 5 മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ആണ്. ലൈഫിൽ സ്റ്റക്കായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ടെക്നിക്സ് ഉപയോഗിക്കുക, നിങ്ങൾക്ക് ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കും, ഞാൻ തരുന്ന ഉറപ്പാണ്. ആ ടെക്നിക്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നല്ല ഒരു അലമ്പ് വ്യക്തിയായിരുന്നു. ആ പ്ലാൻ ചെയ്യുന്ന ഒന്നും നടക്കുന്നില്ല. അതിന്റെ ഭാഗമായിട്ടുള്ള ഡിപ്രഷൻ, പിന്നെ മദ്യപാനം, സിഗരറ്റ് വലി, അങ്ങനെ കുത്തഴിഞ്ഞൊരു ജീവിതമായിരുന്നു ഞാൻ നയിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി എല്ലാം മാറി. മനസ്സിൽ കണ്ട ഓരോ ലക്ഷ്യങ്ങളും നേടിയെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ചിട്ടയായ ഒരു ജീവിതവും ലക്ഷ്യബോധമുള്ള ഒരു മനസ്സും എനിക്ക് നേടാൻ സാധിച്ചു. ഇയാൾ എന്തൊക്കെയാണ് പറയുന്നത്? ഈ പറയുന്നതിലൊക്കെ വല്ല കാര്യമുണ്ടോ? ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളുടെ എവിഡൻസ് ഞാൻ പറഞ്ഞുതരാം. കേരളത്തിലെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരിക്കും ഒരു ഗവൺമെന്റ് ജോലി. എനിക്ക് വളരെയധികം പാഷനുള്ള ഒരു കാര്യമായിരുന്നു ഒരു യൂണിഫോം ജോലി നേടിയെടുക്കുന്നത്. അങ്ങനെ സബ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നു. പക്ഷേ ഫിസിക്കൽ ടെസ്റ്റിൽ എനിക്ക് ഇഞ്ചുറി പറ്റി ഞാൻ തോറ്റുപോവുകയാണ്. പക്ഷേ ഈ ടെക്നിക്സ് യൂസ് ചെയ്ത് പിന്നെ നടന്ന പരീക്ഷകൾ പാസ്സാവാൻ എനിക്ക് സാധിക്കുകയും എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് ചീഫ് സൂപ്രണ്ടന്റ് പോലെയുള്ള കട്ടി പരീക്ഷകൾ ജയിച്ച് അതിന് അപ്പോയിന്റ്മെന്റ് ലെറ്റർ നേടിയെടുക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ തോളിൽ നക്ഷത്രങ്ങളുള്ള ഒരു ജോലി, ഒരു കാക്കി അണിയാന്നുള്ള എന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചത് അസിസ്റ്റന്റ് ജയിൽ സൂപ്രണ്ടന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിൽ കൂടെയാണ്. വിയൂർ സെൻട്രൽ ജയിൽ പോലെ ഒരു പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ജോലിയാനുള്ള ഭാഗ്യവും എനിക്ക് ലഭിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ലീവിലാണ്. സോ ഒന്നല്ല 2 യൂണിഫോം ജോലികളുടെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ എനിക്ക് ലഭിച്ചു. എന്റെ മറ്റൊരു വലിയ സ്വപ്നമായിരുന്നു എല്ലാ മലയാളിയും പോലെ ഒരു സംരംഭം, ഒരു ഓൺട്രപ്രണർഷിപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. അതിനോടൊപ്പം എനിക്ക് ഏറ്റവും പാഷനേറ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ടീച്ചിങ്. കുട്ടികളെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മുടെ അറിവ് ഷെയർ ചെയ്യുക, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുക എന്നുള്ളത് എന്റെ ജീവിത ലക്ഷ്യങ്ങളൊന്നായിരുന്നു. ഈ 2 സ്വപ്നങ്ങളും കമ്പൈൻ ചെയ്തുകൊണ്ടാണ് ഞാൻ അനുദീപ് അക്കാഡമി എന്ന് പറയുന്ന ഒരു PSC UPSC എക്സാം ട്രെയിനിങ് സെന്റർ സ്റ്റാർട്ട് ചെയ്യുന്നതും അതുവഴി ധാരാളം വിദ്യാർത്ഥികളെ മികച്ച റാങ്കിലേക്ക് എത്തിക്കാൻ ഒരു കൈസഹായമായി പ്രവർത്തിച്ചത്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് മുതൽ ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ് വരെയുള്ള പരീക്ഷകളിൽ ഞങ്ങളുടെ വിദ്യാർത്ഥികൾ ടോപ്പ് റാങ്കിലേക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങൾ PSC UPSC എക്സാംസ് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അനുദീപ് അക്കാഡമി എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ചെക്ക്ഔട്ട് ചെയ്യുക. ഉറപ്പായും നിങ്ങൾക്ക് ഉപയോഗപ്പെടും. വളരെ മികച്ച രീതിയിൽ, അല്ലെങ്കിൽ വളരെ വലിയൊരു വിജയമായി ആ ഒരു പ്രസ്ഥാനം ഇന്ന് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 20,000-ൽ കൂടുതൽ അഡ്മിഷൻസും 10-30 സ്റ്റാഫുകളും അടങ്ങിയ വലിയൊരു പ്രസ്ഥാനമായി അതിന്ന് വളർന്നു കഴിഞ്ഞു. എന്റെ മറ്റൊരു സ്വപ്നമായിരുന്നു ഒരു യൂട്യൂബർ എന്നുള്ള രീതിയിൽ ഒരു സിൽവർ പ്ലേ ബട്ടൺ ലഭിക്കണം എന്നുള്ളത്. 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു എന്റെ ടാർഗറ്റ്, സിൽവർ പ്ലേ ബട്ടൺ ലഭിക്കണം അല്ലേ. പക്ഷേ ഇന്ന് എന്റെ യൂട്യൂബ് ചാനൽ 2.3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലായി വളർന്നു കഴിഞ്ഞു. സിൽവർ പ്ലേ ബട്ടൺ ഒക്കെ കിട്ടി. ഇതും താണ്ടി ചാനൽ ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അനുദീപ് അക്കാഡമി എന്ന യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ചാനലിന്റെ ഫുൾ ഡീറ്റെയിൽസ് ലഭിക്കും. ഓൾറെഡി നമ്മുടെ ചാനലിലെ അംഗങ്ങളായിട്ടുള്ള വിദ്യാർത്ഥികൾ കമന്റ് സെക്ഷനിൽ ഒന്ന് കമന്റ് ചെയ്തേ. അതിഭീകരമായ അഡ്വർടൈസ്മെന്റ്, പരസ്യത്തിന് വേണ്ടിയിട്ട് ബഡ്ജറ്റ് മുടക്കാതെ ഓർഗാനിക് ആയാണ് ഞങ്ങളുടെ ചാനൽ ഗ്രോ ചെയ്യുന്നത്. ഒഴിവ് സമയങ്ങളിൽ എനിക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള മറ്റൊരു കാര്യമാണ് യാത്ര, അതും വിദേശ യാത്രകൾ. ഞാൻ അത് മാനിഫെസ്റ്റ് ചെയ്തു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഇന്തോനേഷ്യ, മലേഷ്യ പോലുള്ള രാജ്യങ്ങളിൽ സോളോ ഒറ്റയ്ക്ക് യാത്ര പോയിട്ട് വന്നത്. ഇതൊക്കെ എനിക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റിയത് ആ ഒരു 5 ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ടാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള എന്റെ ഒരു ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുകയാണെങ്കിൽ ഇതൊക്കെ നേടിയെടുക്കാൻ എനിക്ക് സാധിക്കുമെന്ന് ആരും വിശ്വസിക്കില്ല. കാര്യം മനസ്സിൽ കാണുന്ന ലക്ഷ്യങ്ങൾ ഒന്നും സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നില്ല, മോട്ടിവേഷൻ ഇല്ല, കോൺഫിഡൻസ് ഇല്ല, മൊത്തത്തിൽ അലമ്പായിരിക്കുന്ന ഒരു മോശപ്പെട്ട സിറ്റുവേഷനിൽ നിന്നാണ് ഇന്ന് കാണുന്ന ഈ ഒരു യൂണിവേഴ്സിലേക്ക് എനിക്ക് എത്താൻ സാധിച്ചു. സോ ഈ ഒരു ഷിഫ്റ്റ് നടത്താൻ ഞാൻ എന്താണ് ചെയ്തത്? ഇവിടെ ഞാൻ പ്രധാനമായിട്ടും 5 ടെക്നിക്സ് ആണ് യൂസ് ചെയ്തത്. നിങ്ങൾ ഒരുപക്ഷെ മാനിഫെസ്റ്റേഷൻ, വിഷ്വലൈസേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം. നമ്മൾ എന്ത് വിചാരിക്കുന്നു നമുക്ക് അതായിത്തീരാൻ സാധിക്കും എന്ന് പറയുന്ന സിദ്ധാന്തമാണത്. ഈ ഒരു സിദ്ധാന്തത്തിനകത്തെ പ്രധാനപ്പെട്ട 5 പ്രിൻസിപ്പിൾസ് ഏറ്റവും വലം നോക്കാതെ അത് തീവ്രമായി പരിശീലിച്ചത് കൊണ്ടാണ് ചുരുങ്ങിയ സമയത്തിൽ ഇത്രയും വലിയൊരു ചേഞ്ച് എന്റെ ജീവിതത്തിൽ എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചത്. നിങ്ങൾക്കും ആ ചേഞ്ച് നേടിയെടുക്കാൻ സാധിക്കും. സോ ടെക്നിക് നമ്പർ 1, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ തമാശയായിട്ട് തോന്നും. പക്ഷേ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെക്നിക്ക് 5ാമത് പറയാൻ വന്ന ടെക്നിക്കാണ് കേട്ടോ. എന്നാലും ടെക്നിക് നമ്പർ 1 ഞാനൊന്ന് പറഞ്ഞുതരാം. ജീവിതത്തിൽ രക്ഷപ്പെടണം എന്ന് ആത്മാർത്ഥമായ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ വർക്കൗട്ട് ആവുള്ളൂ. നിങ്ങൾ ആത്മാർത്ഥമായി തന്നെ ആഗ്രഹിക്കും, ഇങ്ങനെ പോയാൽ പോരാ, എനിക്ക് ചേഞ്ച് ചെയ്യണം എന്നുള്ള ആ ഒരു മനസ്സ് ഡെവലപ്പ് ചെയ്യണം. ബിക്കോസ് ഇപ്പൊ നമുക്ക് ചുറ്റും കാണുന്ന പല ആൾക്കാരും അവരൊരു പക്ഷേ ഡിപ്രസ്ഡ് ആണെങ്കിലും അല്ലെങ്കിൽ അവർ നിരാശരാണെങ്കിലും അവർക്ക് ഇതൊക്കെ ചേഞ്ച് ചെയ്യണം എന്നൊരു ആത്മാർത്ഥമായ ആഗ്രഹം ഇല്ല. ഇങ്ങനെയൊക്കെ തന്നെ പോയാൽ മതി, കുഴപ്പമില്ല. കാര്യം അവർ ആ ഒരു ട്രാപ്പിൽ പെട്ടുപോയി പുറത്ത് വന്ന് പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ ഹാപ്പിനെസ്സിലേക്കുള്ള ലോകം എന്ന് പറയുമ്പോൾ അവർക്ക് അത് വളരെ പേടിയോട് കൂടിയാണ് നോക്കിക്കാണുന്നത്. സോ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇപ്പോഴുള്ള നിങ്ങളുടെ സിറ്റുവേഷനിൽ നിന്നും ഓവർകം ചെയ്യണം, മാറണം, എല്ലാം ചേഞ്ച് ചെയ്യണം, അതിന് വേണ്ടുന്ന ഉൾക്കരുത്ത് കിട്ടണം എന്നുള്ള അത് തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം മനസ്സിൽ ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ്. എന്നാൽ മാത്രമേ ഇനി പറയാൻ പോകുന്ന 4 ടെക്നിക്സ്, എസ്പെഷ്യലി 4ാമത്തെ ടെക്നിക് നിങ്ങൾക്ക് വർക്കൗട്ട് ആവുള്ളൂ. 2ാമത്തെ ടെക്നിക് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. ഗ്രാറ്റിറ്റ്യൂഡ്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ അതിനു വേണ്ടിയിട്ട് അത് നിങ്ങൾക്ക് ലഭിച്ചതിന്റെ പേരിൽ നന്ദി പറയാം. അതൊരു പക്ഷേ നിങ്ങൾ ഇരിക്കുന്ന കസേരയാവാം, ശ്വസിക്കുന്ന വായു ആവാം, ഉച്ചയ്ക്ക് കഴിച്ച ഭക്ഷണമാകാം, കിടക്കുന്ന കിടക്കയാവാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വീടുണ്ടായിരിക്കാം, നല്ലൊരു പേരൻസ് ഉണ്ടായിരിക്കാം, നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കാം. ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ കെമിസ്ട്രി ചേഞ്ച് ചെയ്യും. ഇപ്പൊ എൻഡോർഫിൻ എന്നൊക്കെ പറയുന്ന ഹോർമോൺസ് ഉണ്ട്, ഓക്സിറ്റോസിൻ എന്നൊക്കെ പറയുന്ന ഹോർമോൺസ് ഉണ്ട്. ഈ ഹോർമോൺസ് നമ്മുടെ ബ്രെയിനിന്റെ പവറിനെ കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺസ് ആണ്, നമ്മുടെ ബോഡിയെ റിലാക്സ് ചെയ്യിപ്പിക്കുന്ന ഹോർമോൺസ് ആണ്. ഇതിന്റെയൊക്കെ പ്രൊഡക്ഷൻ ഗ്രാറ്റിറ്റ്യൂഡിന്റെ പ്രാക്ടീസ് അല്ലെങ്കിൽ നന്ദി പറയുന്ന ഒരു പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്.
ഇത് ജസ്റ്റ് ഇൻട്രോഡക്ടറി വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾ പറയുകയാണെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള വിശാലമായിട്ടുള്ള വീഡിയോ നമുക്ക് മറ്റൊരു ഘട്ടത്തിൽ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം, ഒരു പേനയും പേപ്പറും എടുത്തിട്ട് നിങ്ങൾക്ക് നന്ദിയുള്ള 10 കാര്യങ്ങളുടെ ലിസ്റ്റ് എഴുതി വെച്ചേ. നാളെ മറ്റൊരു 10 കാര്യങ്ങൾ ലിസ്റ്റ്. ഐ ആം ഹാപ്പി, അല്ലെങ്കിൽ ഐ ആം താങ്ക്ഫുൾ, അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ കിടക്ക് കിട്ടിയാൽ ഞാൻ എനിക്ക് നന്ദിയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കയ്യിലൊരു പേനയുണ്ട് അതിന് എനിക്ക് നന്ദിയുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഏറ്റവും സില്ലിയൻ തോന്നിയാൽ പോലും ഒരു 10 കാര്യങ്ങൾ ഡെയിലി എഴുതുക. അടുത്ത ദിവസം പുതിയൊരു 10 കാര്യങ്ങൾ എഴുതുക, അതിനടുത്ത ദിവസം പുതിയൊരു 10 കാര്യങ്ങൾ എഴുതുക. ഇനി ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ എഴുതിയുള്ള കാര്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക. ഇത് നിങ്ങളുടെ ബ്രെയിനിനെ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ആയിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച ചെയ്താൽ മതി, നിങ്ങൾ മാറും. മൂന്നാമത്തെ കാര്യം വെരി ഇമ്പോർട്ടൻറ്റ്, അതായത് നിങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ട് അല്ലെ, നിങ്ങൾക്ക് ഒരു എക്സാം പാസ് ആവണമെന്നായിരിക്കും, അല്ലെങ്കിൽ വലിയൊരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കണമെന്നായിരിക്കും, അല്ലെങ്കിൽ ഒരു കാറോ ബൈക്കോ ഒക്കെ വാങ്ങണമെന്നായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാവരും പറയുന്നതാണ് വിഷ്വലൈസ് ചെയ്യണം. പക്ഷേ നിങ്ങൾ എങ്ങനെയാണ് ശരിയായിട്ട് വിഷ്വലൈസ് ചെയ്യുന്നത്? ഞാൻ ചെയ്തൊരു ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് എൻ്റെ കണ്ണിൽ കൂടെ നോക്കുന്ന രീതിയിൽ കാണും. നമ്മൾ റിയൽ ലൈഫിൽ ഇപ്പോൾ എനിക്കൊരു പേന വേണം, പേന ഞാൻ എൻ്റെ കണ്ണിൽ കൂടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കണ്ണിൽ കൂടെ കാണുന്ന രീതിയിൽ അതിനെ വിഷ്വലൈസ് ചെയ്യണം. അല്ലാതെ സിനിമ കാണുന്ന പോലെയല്ല. നിങ്ങൾ നല്ലൊരു കാർ ഓടിക്കുന്നത് സിനിമ കാണുന്ന പോലെയല്ല. നിങ്ങൾ കാർ ഓടിക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ ഒരു പക്ഷേ കയ്യിലെ സ്റ്റിയറിങ്ങോ നിങ്ങളുടെ കയ്യിലെ വാച്ചോ ഒക്കെ മാത്രമായിരിക്കും. കാര്യം ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഞാൻ ഒരു ഡ്രീം കാർ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. ഇന്നോവ ഹൈക്രോസ് എന്ന് പറയുന്ന ഒരു ഡ്രീം കാർ ഞാൻ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള വിഷ്വലൈസേഷൻ ടെക്നിക്കാണ്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വേണം നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. എന്തായാലും നിങ്ങൾ വിഷ്വലൈസേഷൻ എക്സസൈസ് കൃത്യമായിട്ട് ചെയ്യണം. വിഷ്വൽസ് മനസ്സിൽ ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് വളരെ പവർഫുൾ ആയിട്ട് മാറും. മൈക്കിൾ ഫെൽപ്സ് അടക്കമുള്ള ഒളിമ്പിയൻസ് യൂസ് ചെയ്തിട്ടുള്ള ടെക്നിക്സ് തന്നെയാണിത്. ഹോളിവുഡ് സെലിബ്രിറ്റീസ്, ബോളിവുഡ് സെലിബ്രിറ്റീസ്, അല്ലെങ്കിൽ ലോകത്തിലെ റിച്ച് ആയിട്ടുള്ള വ്യക്തികൾ ഒക്കെ ഇത്തരം വിഷ്വലൈസേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് വിഷ്വലൈസ് ചെയ്തിട്ട് ഒരു ഉപകാരമില്ല, നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്കൊരു ചിക്കൻ ബിരിയാണി കഴിക്കണമെന്നാണ് ആഗ്രഹം ഇരിക്കട്ടെ, നിങ്ങൾ എന്ത് ചെയ്യുക? ചിക്കൻ ബിരിയാണി കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ നാക്കിൽ കിട്ടുന്ന ആ ഒരു സ്വാദും ആ ഒരു റിലാക്സേഷനും ഒരു ഹാപ്പിനെസ്സും ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡും നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്കൊരു കാറാണ് വേണ്ടത്, നിങ്ങളുടെ കാറിൽ ഓടിച്ചു കഴിയുമ്പോൾ കാർ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലുണ്ടാവാൻ പോകുന്ന ഒരു ഹാപ്പിനെസ്, ആ ഒരു എക്സ്റ്റസി, ആ ഒരു സമാധാനം, അതൊക്കെ നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഈ ഒരു അവസരത്തിൽ സിമുലേറ്റ് ചെയ്യാൻ സാധിക്കണം. അതും വിഷ്വലൈസേഷനും കൂടെ ചേരുമ്പോഴാണ് മാനിഫെസ്റ്റേഷൻ ഫാസ്റ്റ് ആവുന്നത്. നാലാമത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, അഞ്ചാമത്തെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു. 4 പറഞ്ഞിട്ട് ഞാൻ 5ലേക്ക് വരാം. നാലാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ സക്സസിൽ ഹാപ്പി ആവുന്നതാണ്. ഇപ്പൊ ഞാൻ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. സപ്പോസ് ഇത് കിട്ടിയെന്നിരിക്കട്ടെ. പക്ഷെ ആ എക്സാം ജയിച്ച എല്ലാ വ്യക്തികളും ഞാൻ മൈൻഡ് ഒരു ബ്ലെസ് ചെയ്യുമായിരുന്നു. നന്നായി, അവരുടെ ലൈഫ് സെറ്റ് ആയല്ലോ, റെഡി ആയല്ലോ. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം സപ്പോസ് എനിക്ക് കിട്ടിയില്ല നിങ്ങൾ വിചാരിക്കുക. അത് കിട്ടിയിട്ടുള്ള ഒരു മറ്റൊരു വ്യക്തിയെ, ഫോർ എക്സാമ്പിൾ പണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു നല്ലൊരു കാർ വാങ്ങിക്കണം. റോഡിൽ കൂടെ പോകുമ്പോൾ വേറെ കുറെ ആൾക്കാർ അടിപൊളി കാറുകൾ പോകുന്ന കാണാം. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അവർക്കത് കിട്ടി, നല്ല കാര്യം, അവർ നല്ലൊരു അത് എനിക്ക് സന്തോഷമാണ് എനിക്ക് മനസ്സിൽ വന്നിട്ടുള്ളത്. ഒരിക്കലും അയ്യേ അവർക്ക് കാർ കിട്ടില്ല, നമുക്ക് കാർ കിട്ടിയിട്ടില്ല എന്നുള്ളൊരു അസൂയ അല്ല എന്റെ മനസ്സിലുണ്ടായിരുന്നത്. അവർക്ക് കാർ കിട്ടി, ബ്ലസ് ദം, അവരെ മനസ്സുകൊണ്ട് ബ്ലസ് ചെയ്യായിരുന്നു. ബ്ലസ് ചെയ്യാൻ വലിയ ആളാവേണ്ട കാര്യമൊന്നുമില്ല, ആർക്കും ആരെയും ബ്ലസ് ചെയ്യാം. അതിന് വലിയ ആളാവേണ്ട കാര്യമോ മോശം ആളാവേണ്ട കാര്യം ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം മറ്റൊരാൾ ചെയ്യുന്ന കാണുകയാണെങ്കിൽ അസൂയപ്പെടുന്നതിന് പകരം അവരെ മനസ്സുകൊണ്ട് ബ്ലസ് ചെയ്യുക, അവരുടെ വിജയത്തിൽ നിങ്ങളും സന്തോഷിക്കുക. ഈ ഒരു പ്രോസസ് ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ലൈഫിനെ മാറ്റി മറിച്ചൊരു കാര്യമാണ്. അതിന് പണ്ട് നമുക്ക് കിട്ടാത്തൊരു കാര്യം മറ്റൊരാൾ കിട്ടുന്ന നമുക്ക് അസൂയ തോന്നും, അല്ലെങ്കിൽ അയ്യോ അവന് കിട്ടിയല്ലോ നമുക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു ചിന്ത വരും. പക്ഷേ ഞാൻ എൻ്റെ തോട്ട് പ്രോസസ് ഈ രീതിയിൽ ഒന്ന് ഷിഫ്റ്റ് ചെയ്തതിനു ശേഷം മാജിക്കലായിട്ടാണ് എൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ മാറിയത്. മറ്റുള്ളവരെ സഹായിക്കാം, അതിനോടൊപ്പം തന്നെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ 10 രൂപ ഉണ്ടെങ്കിൽ പോലും മറ്റൊരാൾ വന്നിട്ട് 1 രൂപ ചോദിക്കുകയാണെങ്കിൽ അത് കൊടുക്കുക. നമ്മൾ അടിത്തറ ഇളക്കുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യരുത്, മനസ്സിലായല്ലോ? നിങ്ങൾ ഒക്കുന്ന രീതിയിൽ ചുറ്റുമുള്ള ആൾക്കാർക്ക് ഒരു വാക്ക് കൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ നിങ്ങളെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യുക. ഈ ഹെൽപ്പ് ചെയ്ത് കഴിയുമ്പോൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. അത് നമ്മുടെ എവല്യൂഷണറി സൈക്കോളജിയുടെ ഭാഗമാണ്. ആ പോസിറ്റിവിറ്റി നമ്മളെ ഒത്തിരി സഹായിക്കും. പൊതുവെ ആൾക്കാർ പറയുന്നത് നല്ല ആൾക്കാർക്ക് പണി കിട്ടും, അല്ലെങ്കിൽ മറ്റൊരാളെ ഹെൽപ്പ് ചെയ്താൽ നമുക്ക് പണി കിട്ടും. അത് തെറ്റായ ചിന്താഗതിയാണ്. എനിക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റും. നിങ്ങൾ എന്ന് മറ്റൊരാളെ ഹെൽപ്പ് ചെയ്ത് തുടങ്ങുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോൾ മുതൽ മറ്റൊരാളുടെ ഹാപ്പിനെസ്സിൽ നിങ്ങൾ ഹാപ്പി ആവുന്നു, അല്ലെങ്കിൽ മറ്റൊരാളുടെ സക്സസിൽ നിങ്ങൾക്കൊരു സന്തോഷം ലഭിക്കുന്നു, ആ നിമിഷം മുതൽ നിങ്ങളുടെ ലൈഫ് സ്വിച്ച് ഇട്ട് പോലെ മാറും. വേണമെങ്കിൽ ഒരാഴ്ച പരീക്ഷിച്ച് നോക്കിയോളൂ. ഇനിയാണ് ലാസ്റ്റ് അഞ്ചാമതായി എനിക്ക് പറയാനുള്ള ഒരു കാര്യം, അല്ലെ? അഞ്ചാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ലെറ്റിംഗ് ഗോ ആണ്. ഇതാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു എക്സസൈസിന്റെ പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റിംഗ് ഗോ ആണ്. ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം വിഷ്വലൈസ് ചെയ്യുന്നു, അല്ലെ? നിങ്ങൾക്കത് കിട്ടുന്നു. കിട്ടിയതിനു ശേഷം നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഹാപ്പിനെസ്സും നിങ്ങൾക്കുണ്ടാവുന്ന ആ ഒരു സമാധാനവും ആ ഒരു രോമാഞ്ചവും എല്ലാം വിഷ്വലൈസ് ചെയ്യുന്നു. അതിനുശേഷം അതങ്ങ് വിട്ട് കളയണം, യൂണിവേഴ്സിലേക്ക് അതങ്ങ് വിട്ട് കളയണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇതൊക്കെ മാനിഫെസ്റ്റേഷൻ എന്ന പ്രോസസ്സ് ഒരു ചെടി നടുന്ന പോലെയാണ്. നിങ്ങൾ അത് വിത്തിടും, അല്ലെ? അതാണ് വിഷ്വലൈസേഷനും ഫീലിംഗ്സ് ജനറേഷനും ഒക്കെ. വിത്തിട്ടതിന് ശേഷം ചെടി ഇങ്ങനെ മുളച്ചു തുടങ്ങും. നിങ്ങൾ ഡെയിലി പോയി ചെടി പറിച്ചു നോക്കിട്ടാ, വേര് വന്നോ ഇല്ല, തിരിച്ചു വയ്ക്കുന്നു, വേര് വന്നോ നോക്കിയിട്ട് തിരിച്ചു വയ്ക്കുന്നു. അങ്ങനെ ചെയ്താൽ ചെടി കരിഞ്ഞു പോകത്തില്ലേ? അതാണ് ഞാൻ പറയുന്നത്. വൺസ് നിങ്ങൾ ആ ഒരു സീഡ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി നെഗറ്റീവായിട്ട് ആലോചിക്കരുത്, ലെറ്റ് ഗോ ചെയ്യുക. ലെറ്റ് ഗോ ചെയ്ത് കഴിയുമ്പോൾ അത് കുറെ കൂടെ ഫാസ്റ്റ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യും. അത് മാനിഫെസ്റ്റഡ് ആയാലും അതിനേക്കാൾ നല്ല മറ്റെന്തെങ്കിലും മാനിഫെസ്റ്റഡ് ആവും. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറയാം. ഞാൻ ആദ്യമായി സ്റ്റാർട്ട് ചെയ്ത ഒരു യൂട്യൂബ് ചാനലായിരുന്നു ദ പ്രാക്ടിക്കൽ മലയാളി എന്ന് പറഞ്ഞൊരു ചാനൽ. ആ ചാനൽ ഇപ്പോൾ അവിടെ ഉണ്ട്. പക്ഷെ ആ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ സമയത്ത് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തത് സിൽവർ പ്ലേ ബട്ടണൊക്കെ മാനിഫെസ്റ്റ് ചെയ്തു, അല്ലേ? പക്ഷെ ആ ചാനലിന്റെ ഗ്രോത്ത് ഞാൻ ഉദ്ദേശിച്ച പോലെ അത്ര സ്മൂത്ത് ആയിട്ട് നടന്നില്ല. കാര്യം ഞാൻ അത്ര എഫേർട്ട് അതിൽ ഇട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ പിന്നീട് ഒരു സുപ്രഭാതത്തിലാണ് ഞാൻ ചുമ്മാ അനുദീപ് അക്കാഡമി എന്ന് പറഞ്ഞ നമ്മുടെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അത്
പെട്ടെന്നാണ് ഗ്രോ ചെയ്തത്. ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്തു. ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ ഇത് ഗ്രോ ചെയ്തു. പെട്ടെന്ന് മോണിറ്റൈസ്ഡ് ആവുന്നു, പെട്ടെന്ന് തന്നെ സിൽവർ പ്ലേ ബട്ടൺ കിട്ടുന്നു. സോ ഞാൻ വിഷ്വലൈസ് ചെയ്ത് അവിടെ ആണെങ്കിലും കിട്ടിയ എഫക്ട് അതിനേക്കാൾ നല്ല രീതിയിൽ, അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ, ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ മികച്ച രീതിയിൽ എനിക്ക് കിട്ടിയത് ഇവിടെയാണ്. അതാണ് ഞാൻ പറയുന്നത്, ലെറ്റ് ഗോ ചെയ്യണം. ഭഗവത്ഗീതയിലും അല്ലെങ്കിൽ ഖുറാനിലും ബൈബിളിലും ഒക്കെ പറഞ്ഞൊരു കാര്യം. നമ്മൾ എന്താ ചെയ്യുക, ഒരു ഇന്റൻഷൻ മനസ്സിലുണ്ടെങ്കിൽ യൂണിവേഴ്സിനെ വിശ്വസിച്ച് നമ്മൾ അങ്ങനെ ഇരിക്കുക. ബിലീവ്, അതാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കാര്യം. ഇനി ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ നന്നായിട്ട് പണിയെടുക്കുക. എനിക്ക് ഓർമ്മയുണ്ട്, ഡെയിലി 10-12 മണിക്കൂർ വർക്ക് ചെയ്തിട്ടുള്ള ദിവസം എനിക്കുണ്ട്. കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം ഞാൻ നോക്കി, ഞാൻ 14 മണിക്കൂർ ഡേയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം അടിച്ചു വിളിക്കാനോ യാത്രയ്ക്കോ ഒക്കെ ആയിട്ട് മറ്റു ദിവസങ്ങളിൽ പോകാറുണ്ട്. എല്ലാത്തിനും ഫൗണ്ടേഷൻ നമ്മുടെ ഹാർഡ് വർക്ക് തന്നെയാണ്. നല്ല രീതിയിൽ വർക്ക് ചെയ്തതിന് ഇതൊന്നും വർക്കൗട്ട് ആവില്ല. പക്ഷേ ഈ രീതിയിൽ നമ്മുടെ ബ്രെയിൻ നമ്മൾ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായി നല്ല രീതിയിൽ വർക്കിലേക്ക് പോകും. അത് സ്മാർട്ട് വർക്കും കാണും, ഹാർഡ് വർക്കും കാണും. പണ്ട് ഭയങ്കര ഒരു മടിയനും ഒരു ഇൻട്രോവേർട്ടുമായ ഞാനാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ എനിക്ക് പറയാനുള്ള കുറെ കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഭൂതകാലം, പാസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളെ തളച്ചിട്ടിരിക്കുന്ന ഒരു ഇരുമ്പ് ചങ്ങലയൊന്നും അല്ല. നിങ്ങൾ നേരിട്ടുള്ള പരാജയങ്ങളും അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ, നിരാശകളും എല്ലാം ടെമ്പററി മാത്രമാണ്. നമുക്ക് അതിനെയൊക്കെ മറികടന്ന് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുക, മാനിഫെസ്റ്റേഷൻ പ്രോസസ്സിൽ വിശ്വസിക്കുക, സ്ട്രോങ് ആയിട്ടുള്ള ടെക്നിക്സ് യൂസ് ചെയ്ത് വിഷ്വലൈസേഷൻ നടത്തുക. അതൊക്കെയാണ് ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതാണ്. ഈ വീഡിയോ കാണുന്ന ആൾക്കാരുടെ ഒക്കെ ലൈഫിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാവണം എന്നുള്ളതാണ് ഞാനിവിടെ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം. സോ ഇതൊരു മാനിഫെസ്റ്റേഷൻ യാത്രയാണ്. മോട്ടിവേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ സയന്റിഫിക് ടെക്നിക്സ് യൂസ് ചെയ്ത് ലൈഫ് ബിൽഡ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തീവ്രമായ ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. ലൈഫിൽ സക്സസ്ഫുൾ ആയി കാണണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഒരു സുഹൃത്തോ അല്ലെങ്കിൽ ഒരു ഫാമിലി മെമ്പറോ ആയിരിക്കാം. ആ വ്യക്തിക്കും കൂടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ ആഴത്തിൽ ഈ ടോപ്പിക്കുകളൊക്കെ പഠിക്കാനായിട്ട് നമ്മുടെ വാട്സ്ആപ്പ് ചാനലിന്റെ അംഗമാട്ടോ. വാട്സ്ആപ്പ് ചാനലിലെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്ഡേറ്റ്സ് ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ആവശ്യപ്പെടുന്ന കണ്ടന്റുകൾ യൂട്യൂബും വാട്സ്ആപ്പും വഴി നിങ്ങളിലേക്ക് എത്തിക്കാനും ശ്രമിക്കുന്നതായിരിക്കും. സോ അടുത്ത വീഡിയോ ഏത് ടോപ്പിക്കിലാണ് വേണ്ടതെന്നും നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാട്ടോ. ഇതൊരു യാത്രയാണ്. ജസ്റ്റ് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നു അതല്ല. നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളും പറയണം. അതനുസരിച്ചിട്ടായിരിക്കും ഇനിയുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഓൾ ദി ബെസ്റ്റ്.